ഗുഡ് ഈവനിങ് അമേരിക്ക. അമേരിക്കയ്ക്ക് ലോകത്തിനു മുന്നിൽ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ലോക പോലീസ്, തന്ത്രങ്ങളുടെ തമ്പുരാക്കന്മാർ, ചെവി അറിയാതെ ലോകത്തെവിടെയും എന്ത് ഓപ്പറേഷനും നടത്താൻ കഴിയുന്നവർ, ലോകത്തെവിടെ നിന്നും രഹസ്യങ്ങൾ ചോർത്തി നൽകാൻ കഴിയുന്ന ചാര വിഭാഗം. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും, ഒടുവിൽ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ലോകത്തിനു മുന്നിൽ അധികാരത്തിന്റെ ദന്തഗോപുരമായി നിലകൊണ്ടിരുന്ന ഓവൽ ഓഫീസിനെ ഒരു അങ്കനവാടിയാക്കിക്കൊണ്ട് ഓടിക്കളിക്കുന്ന മസ്കിന്റെ പുത്രൻ. അത്യാവശ്യം തിരിച്ചറിവും മികച്ച ബുദ്ധിയുമുള്ള ജൂനിയർ മസ്കിന്റെ മുന്നിൽ വെച്ചാണ് പല രഹസ്യ വിവരങ്ങളും ട്രംപും മസ്കും ചർച്ച ചെയ്തിരുന്നത്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പോലും കുട്ടിപ്പയ്യന്റെ വികൃതികൾ. ഏറ്റവും ഒടുവിൽ ഹൂതികളെ ആക്രമിക്കുന്നതിനായി രൂപീകരിച്ച സിഗ്നൽ ഗ്രൂപ്പിലെ വിവര ചോർച്ച അമേരിക്കയെ വീണ്ടും നാണം കെടുത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് പറ്റിയ അബദ്ധമാണത്രേ. ദ അറ്റ്ലാന്റിക്കിന്റെ ജെഫ്രി ഗോൾബർഗിനെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചത് സാക്ഷാൽ മൈക്കൽ വാട്സ്. എന്തല്ലേ, ഇത്രയ്ക്കേ ഉള്ളൂ അമേരിക്കൻ സുരക്ഷ. ജാഗ്രത. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. അമേരിക്കൻ രഹസ്യം അങ്ങാടിപ്പാട്ട്. ഇന്നത്തെ എന്റെ അതിഥികൾ പൊക്കാന പ്രസിഡന്റും നിക്ഷേപകനും അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനുമായ സജിമോൻ ആന്റണി, റിപ്പബ്ലിക്കൻ പാർട്ടി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് സ്റ്റാൻലി ജോർജ്, അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ തോമസ് എന്നിവരാണ്. ആദ്യം അതിഥികളിലേക്കാണ്. ശ്രീ സജിമോൻ ആന്റണിയിലേക്ക്. ശ്രീ സജിമോൻ ആന്റണി, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് ഓപ്പറേഷൻസ് ഇനി ഭാവിയിൽ പ്ലാൻ ചെയ്യാനിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിവര ചോർച്ച, ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പിൽ, PC സ്മോൾ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഒരു മാധ്യമപ്രവർത്തകൻ അബദ്ധവശാൽ ആഡ് ചെയ്യപ്പെടുന്നു, അതും US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനാൽ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് എത്രത്തോളം നിർണായകമാണ് അമേരിക്കയുടെ ഒരു ഇമേജിനും, അതേപോലെ തന്നെ ഇനി ഭാവിയിലുള്ള കാര്യങ്ങൾ എത്രത്തോളം രഹസ്യാത്മകത സൂക്ഷിക്കാൻ അമേരിക്കയ്ക്കാകുമെന്ന ഒരു സംശയമൊക്കെ ലോക മനസാക്ഷിയുടെ മുന്നിൽ വരുന്നില്ലേ ഇതുകൊണ്ട്? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിത്ത് ആ സെയിം സമയത്ത് തന്നെ പവനായി ശബ്ദമായി എന്നുള്ളതോട് ഞാൻ വിയോജിക്കുകയും ചെയ്യുന്നു. കാരണം ഇത് വളരെയധികം ശക്തമായ, വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എൻ്റെ അറിവിൽ ഏകദേശം 6 വലിയ മേജർ ഇന്റർ ലീക്കാണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിരിക്കുന്നത്. 1972 ഹച്ച്മൻ ലെറ്റേഴ്സ് തൊട്ട്, പിന്നെ 1971, പിന്നെ 1972 വാട്ടർ ഗേറ്റ്, പിന്നെ 2010 വിക്കിലീക്സ്. നമുക്ക് കുറെ വർഷങ്ങളത് മാധ്യമങ്ങളെല്ലാം വളരെ ചർച്ചയാക്കിയായിരുന്നു. പിന്നെ 2013 യും പിന്നെ 2016-17 കാലഘട്ടങ്ങളിൽ ഹിലരി ക്ലിന്റൺ ഫേമസ് ആയിട്ടുള്ള ഇമെയിൽ ലീക്കും റഷ്യ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊരു ടീം ഓഫ് കീ, ട്രംപ് മാത്രം ആ ഒരു ചാട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും തന്നെ, വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ടായിരുന്നു, ഡിഫൻസ് സെക്രട്ടറി ഉണ്ടായിരുന്നു, അതുപോലെ ജോൺ റാഡ്ക്ലിഫ് ഉണ്ടായിരുന്നു, CA ഡയറക്ടർ ഉണ്ടായിരുന്നു, പീറ്റ് ഹെക്സത്ത്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ഒരു ലീക്ക് എനിക്കറിയാൻ കഴിഞ്ഞ ഏകദേശം 3 മണിക്കൂറും 17 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ലീക്ക് ആയിരുന്നു ഇത്. ടെക്സ്റ്റ് മെസ്സേജുകളായിരുന്നു. അതിനകത്ത് വാറിന്റെ ഒരു പ്ലാനുകളും അതോടൊപ്പം തന്നെ ആക്ഷന്റെ കാര്യങ്ങളും ആക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം നാണം കെടുത്തുന്ന ഒരു സംഭവമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇതോടൊപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ഇരട്ടത്താപ്പ് നയവും കൂടെ വെളിയിൽ വന്നു എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാനൊരു പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പറയുന്നല്ല, ഇൻഡിപെൻഡന്റ്ലി പറയുന്നതാണ്. കാരണം 2016-17 കാലഘട്ടങ്ങളിൽ ആ സമയത്തെ ഇലക്ഷന് ഹിലരി ക്ലിന്റനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ആ ഇലക്ഷന്റെ ഒരു ഔട്ട്കം ഡിറ്റർമൈൻ ചെയ്തത് അന്ന് നടന്ന ആ ലീക്കും ചർച്ചകളും ആ ഒരു കോൺട്രവേഴ്സിയും ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇരുഭാഗത്തും തർക്കമില്ലാത്തൊരു കേസാണ്. അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അത് അൺനോയിങ്ലി വന്നതാണ് എങ്കിൽ പോലും അത് സംഭവിച്ചു എന്നുള്ള കാര്യം അത്യധികം ഖേദജനകമാണ്. ഇത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഒരു വലിയൊരു ലേണിംഗ് കൂടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷന് ഇന്റേണലിയും എക്സ്റ്റേണലിയും വളരെയധികമായിട്ട് ചില പ്രതിസന്ധികളിൽ കൂടെ പോകുന്നതാണ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഒരു അമേരിക്കൻ ജനത ഈ ഒരു അഡ്മിനിസ്ട്രേഷനെ തെരഞ്ഞെടുത്തത് മൊത്തം ഒന്ന് ഇളക്കി മറിക്കാനാണ്, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ഞാൻ പറയുന്നത്. എന്നാൽ ഇത്രയും ഇന്റേണൽ ഡിസ്റ്റർബൻസ് വേണമായിരുന്നോ, ഇത്രയും എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് വേണമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അകത്ത് തന്നെ രണ്ടഭിപ്രായമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരു പ്രതിഫലനമാണ് എനിക്ക് തോന്നുന്നു മിനിങ്ങാൽ നടന്ന ഒരു സ്റ്റേറ്റിലേക്കുള്ള ഇലക്ഷൻ എനിക്ക്
തോന്നുന്നു നമ്മുടെ സഹപാനലിസ്റ്റ് സ്റ്റാൻലി ഉള്ള പെൻസിൽവേനിയ നടന്ന ഒരു സ്റ്റേറ്റിലുള്ള ഇലക്ഷന് എനിക്ക് 100-130 വർഷമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി കൊണ്ടു നടന്ന ഒരു സീറ്റ് ഡെമോക്രാറ്റ് പാർട്ടി അട്ടിമറിക്കുകയുണ്ടായിരുന്നു. വളരെ നേരിയ മാർജിനാണ്, 104-200 വോട്ടിനും കണ്ടാണ്. എന്നാൽ പോലും അങ്ങനെ സംഭവിക്കുകയുണ്ടായി എന്നതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം കമ്മിങ് ബാക്ക് ടു യുവർ ഒറിജിനൽ ക്വസ്റ്റ്യൻ ക്രിസ്റ്റീന, തീർച്ചയായിട്ടും ഇത് അമേരിക്കയ്ക്ക് ഒരു നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ഒരു നല്ലൊരു പാഠമായിക്കൊണ്ടിട്ട് മുന്നോട്ട് പോകുമ്പം ലീഡേഴ്സ്, എക്സ്പെഷ്യലി ഇങ്ങനെയുള്ള നാഷണൽ സെക്യൂരിറ്റി, മിലിറ്ററി പോലുള്ള സങ്കീർണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഒന്നും കൂടി കരുതലോടുകൂടി പ്രവർത്തിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ 2 ഇംപ്ലിക്കേഷനാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മിലിറ്ററിയുടെ പ്ലാൻ പോയി എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അതോടൊപ്പം തന്നെ നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമ്മൾ സഖ്യകക്ഷികളെ പറ്റി നമ്മൾ ചില ചർച്ചകൾ ചെയ്യുമ്പോൾ, ചില പോയിന്റുകൾ സംസാരിക്കുമ്പം, അപ്പൊ നമ്മളൊരു പ്രൈവറ്റ് ടോക്ക് സംസാരിക്കുമ്പോൾ അതൊരു വേറൊരു രീതിയിലാണ്. അതേസമയം എക്സ്റ്റേണലി നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ലീക്കുകൾ വന്ന് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള അലൈൻസിനെ പറ്റി, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനെ പറ്റിയുള്ള ചില ബാഡ് കമന്റുകളും, കാരണം ഈ ഹൂതീസിന്റെ ഈ ഒരു സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് എത്രമാത്രം ഗുണം കിട്ടുന്നുണ്ടോ അതിലും കൂടുതൽ ഗുണം യൂറോപ്യൻ യൂണിയന് കിട്ടുന്നുണ്ട് എന്നും, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു കോമ്പൻസേഷൻ ചോദിക്കേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് പറയുന്നത് തെറ്റില്ല, എന്നാൽ ഒരു നെഗറ്റീവ് ടോണിൽ സംസാരിക്കുകയും അത് ലോകം അറിയുകയും പ്രത്യേകിച്ച് അവരത് അറിയുകയും ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ് മോശമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടൊപ്പം മൂന്നാമതൊരു റിസ്ക്കും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇമ്മീഡിയറ്റ്ലി സെനറ്റിന്റെ ഒക്കെ ഹിയറിംഗ് നടക്കുകയുണ്ടായി, ചില കാര്യങ്ങളൊക്കെ ഞാനും വാച്ച് ചെയ്യുകയുണ്ടായി. അപ്പൊ അതിനകത്ത് എല്ലാവരും എടുത്തു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ആണോ അല്ലയോ എന്നുള്ളതാണ്. എനിക്ക് ഇൻഡിപെൻഡന്റ്ലി പറയാൻ പറ്റുന്നത്, വ്യക്തമായ ഒരു മറുപടി അവരാരും അതിനും പറഞ്ഞില്ല. അവര് ഓരോരുത്തരും അവരുടെ ഗോൾ പോസ്റ്റ് മാറി അല്ലെങ്കിൽ ബോൾ തട്ടിക്കളിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കണ്ടത്. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ഉണ്ട് എന്ന് നാളെ അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇപ്പൊ പറയുന്നതിനേക്കാളും കൂടുതൽ സങ്കീർണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ സ്റ്റാൻലി ജോർജ്, ഇപ്പോ ശ്രീ സജിമോഹൻ ആന്റണി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, അതായത് നമ്മൾ ഈ പറയുന്ന വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണുന്ന, പുറമേ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ കാണുന്ന ഈ ഉദ്യോഗസ്ഥർ ആ ഗ്രൂപ്പിൽ വളരെ സ്വകാര്യമായി പങ്കുവെച്ച സ്മൈലികൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ മാധ്യമപ്രവർത്തകന്റെ കയ്യിൽ കിട്ടിയതും ആ സ്ക്രീൻഷോട്ടുകൾ ലോകം മുഴുവൻ വായിച്ച് ആസ്വദിച്ചതും. ഈ പറയുന്നത് പോലെ തന്നെ JD വാൻസ് ട്രംപിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത് ആവശ്യമാണോ? അപ്പോൾ അത്തരത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള ചില ആശയപരമായ വൈരുദ്ധ്യങ്ങൾ, ഇക്കാര്യമെല്ലാം ലോകം അറിയുകയാണ്. എത്രത്തോളം ഗൗരവമുള്ള സ്വഭാവം ഉള്ള ഒരു കാര്യമാണത്. മാത്രമല്ല UAE, സൗദി അറേബ്യ എന്നീ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെയുള്ള വളരെ നല്ല ബന്ധം നിലനിന്ന് പോരുന്ന സമയത്ത് ഈ ഒരു ലീക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ ഒരു സാധ്യതയില്ലേ? ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു നല്ല പാഠമാണെന്നുള്ള കാര്യത്തിൽ ഞാനും യോജിക്കുകയാണ്. പക്ഷെ ഇത് വളരെ എന്താ പറയുക, വളരെ യാദൃച്ഛികം സംഭവിച്ച ഒരു സംഭവമാണ്. കാരണം നമുക്കെല്ലാം അറിയാം, ഈ സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റ് എന്ന് പറയുന്നത് അവർ ഉറപ്പ് വരുത്തുന്നത് നമ്മുടെ ആശയവിനിമയം വളരെയധികം സെക്യൂർ ആണ്, വളരെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമാണ്. അത് ഗവൺമെന്റ് തലങ്ങളിലൊക്കെ പരക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ സംഭവിച്ചത്, ഇതൊരു ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ലീക്ക് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്, അതിനകത്തെ ഒരു നല്ല വശം. പക്ഷെ ബാഡ് വശം എന്ന് പറയുന്നത്, അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു ആശയവിനിമയ സംവിധാനമാണ് ഇവിടെ ഒരു വീഴ്ച ഉണ്ടായത്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും അത് ഉത്തരവാദികൾ, അതിന്റെ ബന്ധപ്പെട്ട ആൾക്ക് ഉത്തരവാദികളാണ്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ഒരുമിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് അവർ പറഞ്ഞു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നടന്ന എന്താണ്, ഹൂതി ഭീകരർക്കെതിരായിട്ടുള്ള ഒരു മുന്നിലാക്രമണം, അതിന്റെ വ്യക്തമായൊരു പ്ലാനിങ് അവിടെ ആ ചാറ്റിലെങ്ങും ഇല്ല. അവിടെ സോഴ്സുകളില്ല, അതിന്റെ മെത്തേഡ്സ് ഇല്ല, അതിന്റെ വെപ്പണറിയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല, അത് കാര്യമില്ല, ലൊക്കേഷൻസ് ഇല്ല, വാർ പ്ലാൻസോ അല്ല, ഡീറ്റെയിൽസ് ഒന്നുമില്ല. വാക്കുകളുള്ള ആർട്ടിക്കിളിൽ, നമ്മുടെ ഈ പത്രലേഖകൻ എഴുതിയ ആർട്ടിക്കിളിൽ ഈ വിശദാംശങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പത്രക്കാർ എഴുതാമല്ലോ, പത്രക്കാരല്ലേ, അവർക്ക് എന്തും എഴുതാമല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ പറയാമോ? അല്ലല്ല, സാമാന്യവൽക്കരിച്ചെന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഇത് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ആണോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസോ സെനറ്റോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ല. അത് ഉറപ്പാണല്ലോ. അത് ആരാ തീരുമാനിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് സെക്രട്ടറിക്ക്
ആണ് അതിന്റെ പൂർണ്ണാധികാരം, ക്ലാസിഫൈഡ് ആണോ ഇല്ലെന്നുള്ളത്. പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും ഈ വീഴ്ച ഉണ്ടായത് അതീവ ഗൗരവത്തോടെയാണ് നമ്മൾ കാണേണ്ടത്. ട്രംപ് ഭരണകൂടം ഇക്കാര്യത്തിൽ വേണ്ട മുൻകരുതൽ എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നാഷണൽ സെക്യൂരിറ്റി ടീം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റിസ് അന്വേഷിക്കുന്നുണ്ട്. അമേരിക്കയിലെ ടെക്നോളജി വിദഗ്ധന്മാര് എങ്ങനെ ഈ പത്രലേഖൻ, ഈ റിപ്പോർട്ടർ കുഴപ്പക്കാരനല്ല, സാധാരണ പത്രക്കാരെ പോലെ കുഴപ്പക്കാരനല്ല ഇയാള്. അപ്പൊ ഇയാൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പൊ ഇയാൾ എങ്ങനെ യാദൃച്ഛികമായി അശ്രദ്ധമായിട്ടാണ് ഇയാൾ കയറിയത്, അല്ലാതെ ഇയാൾ കരുത്തിക്കൂട്ടി കയറിയതല്ല. ഇൻവിറ്റേഷൻ സ്വീകരിച്ചാണ് അദ്ദേഹം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിന് ഒരു സംശയം അല്ലാതെ ഉണ്ടായിരുന്നു, ഇത് എനിക്ക് വട്ടായതാണോ ഇവർക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് മുഴുവൻ അല്ലാതെ വട്ടായതാണോ എന്നൊരു സംശയം അല്ലാതെ ഉണ്ടായിരുന്നു. ആ സംശയത്തിന് ഒടുവിലാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. സ്റ്റാൻലി പറയുന്ന രീതി കേട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ടർ അങ്ങോട്ട് അതെ അതെ തിരിച്ചാണ് അവര് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിനാണ് പത്രപ്രവർത്തകൻ അതിനകത്ത് ഇന്നസെന്റ് ആണ് അതിനകത്ത് ബേസിക്കലി. ഓക്കെ, അല്ല അതെ, അത് മൈക്കൽ അത് വാട്സിന്റെ ആ ഒരു ലിങ്ക് ലഭിച്ച ശേഷം പുള്ളി കുറെ ആൾക്കാരുമായിട്ട് ചോദിച്ചു, ഇതെന്താ, എന്തിനാണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇതിനി ഒരു വല്ല തട്ടിപ്പോ വല്ലതും ആണോ എന്നൊക്കെ പുള്ളി കുറെ അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് അതിലേക്ക് ജോയിൻ ചെയ്തത്. പിന്നെ അത് കൺഫേം ചെയ്തു, മൈക്കൽ വാട്സ് തന്നെയാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ്, അല്ലാതെ ഓടിക്കയറി അങ്ങ് ചെല്ലുകയല്ലായിരുന്നു. ശരി, മൈക്കിൾ വാട്സിന്റെ ലിങ്കിന് പ്രതികരിച്ചിട്ടാണ് അദ്ദേഹം കയറിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ തെളിയട്ടെ. കാരണം അന്വേഷണം നടക്കുന്നുണ്ട് ഇവിടെ, വളരെ ഗൗരവമായ അന്വേഷണമാണ്. ഇതെങ്ങനെ ഇയാൾ ഈ ഹൈ ലെവൽ നാഷണൽ സെക്യൂരിറ്റി ചർച്ചയ്ക്കിടയിൽ ഇയാൾക്ക് അവിടെ യാതൊരു പങ്കുമില്ല, എങ്ങനെ അദ്ദേഹം കയറി, ഏത് ലിങ്കാണ്, ആര് കൊടുത്ത ലിങ്കാണ്, ഈ ലിങ്ക് അങ്ങനെ ജനറേറ്റ് ചെയ്തു. ഇത് മൈക്കിൾ വാട്സ് അയാളെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർക്ക് എന്താണ് പത്രക്കാരനെ വിളിക്കേണ്ടത്. അപ്പൊ അയാളുടെ മണ്ടത്തിൽ ആൾ കാണിക്കത്തില്ല, മനഃപൂർവ്വം കാണിക്കില്ല. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം വിശദമായ എക്സ്പേർട്സിന്റെ പിന്നെ ഈ സിഗ്നൽ ചാറ്റ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ആ സംവിധാനത്തെ നമ്മൾ പരിശോധിക്കണം. എന്താണ് വീഴ്ച ഉണ്ടായെന്ന് വിദഗ്ധന്മാർ പരിശോധിക്കണം. പിന്നെ ഈ മറ്റ് DOJ നടത്തുന്ന അന്വേഷണം, സെക്യൂരിറ്റി നടത്തുന്ന അന്വേഷണം, ഇതൊക്കെ തന്നെ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. തീർച്ചയായിട്ടും ഇത് ഒരു നാണക്കേട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഒരു വീഴ്ചയും ഒരു ഗവൺമെന്റ് സംബന്ധിച്ച്, പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്നെ രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ്. ലോകത്ത് ഒരു രാജ്യത്തെ ഏത് രാജ്യം കണ്ടുപിടിക്കുന്ന അത്ര വളരെ ഗംഭീരമായിട്ടുള്ള രഹസ്യാന്വേഷണ സംവിധാനവും പിന്നെ ഒക്കെ ഉള്ള രാജ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും ഒക്കെ തന്നെ നമ്മളെ ആ കാര്യത്തിൽ വളരെയധികം ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. അത് ആ വിശ്വാസം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ഇവന്റ് നടത്തുകയാണെങ്കിൽ പോലും ആ ഇവന്റിൽ ഇതിലിപ്പോൾ ഈ ഗ്രൂപ്പിൽ 18 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഉള്ള 18 പേരെന്ന് പറയുന്നത് ഇന്ന ഇന്ന ആൾക്കാരായിരിക്കുമെന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകും. തീർച്ചയായിട്ടും അഡ്മിൻ ഒരു ബോധ്യമുണ്ടാകും. ആ 17 പേരാണുള്ളതെങ്കിൽ ഇത് 18 എക്സ്ട്രാ ആണ്, അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മളുടെ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടേണ്ട ആളല്ല അന്ന് ആ ഗ്രൂപ്പിലുള്ള ഒരാൾ പോലും അത്രയും സമയം മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് എനിക്കത് വലിയ അതിശയമായിട്ട് തോന്നുന്നു. അതെ, അതേ അതിശയം എനിക്കുണ്ട് ക്രിസ്റ്റീന. കാരണം അതൊരു സാമാന്യമായിട്ട് അത് കോമൺ സെൻസ് കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മുടെ അന്വേഷണത്തിന് പിന്നാലെ നമ്മൾ അമേരിക്കൻ ജനത അറിയും, ലോകം അറിയും. അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ മിഥുൻ തോമസ്, നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പം ടെക്നോളജിയുടെ തലതൊട്ടപ്പന്മാരെന്നാണ് നമ്മൾ അറിയുന്നത്. പ്രത്യേകിച്ച് ഈ മസ്കിനെ പോലെയുള്ള ആൾക്കാർ ഭരണരംഗത്ത് തന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തുമ്പോഴാണ് ഇത്തരത്തിൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയൊരു പിഴവ് സംഭവിക്കുന്നു എന്ന കാര്യം വരുന്നത്. അപ്പോൾ ഇത് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? അതുപോലെ തന്നെ ഇത്രയും ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു സേഫ്റ്റി കുറവിനെയാണോ ചൂണ്ടിക്കാട്ടുന്നത്? സൈബർ സെക്യൂരിറ്റി രംഗത്ത് ഇതിന്റെ ഒരു കുറവൊന്നുമില്ല. ടോപ്പാണ് അമേരിക്കയിൽ എപ്പോഴും. ക്ലൗഡ്ഫെയർ ആയാലും സ്കെയിലർ ആയാലും എല്ലാം ടോപ്പ് കമ്പനീസ് അമേരിക്കയിലുണ്ട്. ഇതൊരു കൾച്ചറിന് ഇഷ്യൂ മാത്രമാണ്. കുറച്ച് മുമ്പ് ക്രിസ്റ്റീന പറഞ്ഞു, അതായത് നമ്മളൊരു മീറ്റിംഗിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പാനൽ ആരാന്ന് നോക്കും, അല്ലെ? അതിനുശേഷമായിരിക്കും നമ്മൾ അഭിപ്രായങ്ങൾ പറയുള്ളൂ. There are certain things we cannot say. ഇത് ആലോചിച്ച് നോക്കാം. VP ഉണ്ട്, പിന്നെ ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്, പിന്നെ കുറെ CIA തുളസി ഗാവാർഡ് ഉണ്ട്. ഇവരൊക്കെ സംസാരിക്കാൻ വിതൗട്ട് ചെക്കിംഗ് ദ ഓഡിയൻസ്. കാരണം യു ആർ ടെലിംഗ് അബൌട്ട് എന്താണ് പറയുന്നത്, എക്സാക്ട് ലൊക്കേഷൻ, ടാർഗറ്റ്, ET ഇതൊക്കെയാണ് പറയുന്നത്. യു ആർ പുട്ടിംഗ് അമേരിക്കൻസ് ലൈഫ് ഇൻ ഡേഞ്ചർ. ആര് ഈ പറയുന്ന ഡ്രീം അമേരിക്കൻ ഫൈറ്റർ പൈലറ്റ് F-18 യൂസ് ചെയ്യുന്നു പറയുന്നു, ലൊക്കേഷൻ പറയുന്നു. ഇത് വേറെ ഒന്നുമല്ല. ദേ ഹാവ് ഈ അമേരിക്കൻ ഈ പറയുന്ന ഡിപ്ലോമാറ്റ്സിനായാലും ഇവർക്കെല്ലാം സെക്യൂർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സിഗ്നൽ ഈസ് നോട്ട് എ സെക്യൂർ ആപ്ലിക്കേഷൻ. അതായത് അമേരിക്കയിലെ പെന്റഗൺ വാൺ ചെയ്തതാണ് സിഗ്നൽ യൂസ് ചെയ്യരുത് ഒരു കാരണവശാലും, എന്നിട്ടും യൂസ് ചെയ്യുന്നു. ഇപ്പൊ തമാശക്ക് നിങ്ങൾ ഗൂഗിളിൽ പോയി ഇവർ ടൈപ്പ് ചെയ്യുക, ഈ സിഗ്നൽ ഈസ് സെക്യൂർ. അവർ പറയും അല്ല, സിഗ്നൽ ഈസ് നോട്ട് സെക്യൂർ ഫോർ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ പറയുന്ന സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലുമല്ല. എന്നിട്ടും അവർ യൂസ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് റോങ് കൾച്ചർ, ഇറസ്പോൺസിബിൾ. എനിക്ക് വാക്കുകൾ വരുന്നില്ല. കാരണം ഇവർ അപഹാസ്യമായിരിക്കണം അമേരിക്കൻസിന്റെ ഹോൾ മുമ്പിൽ.
ഇപ്പൊ നമ്മളൊക്കെ എയർപോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക് വൈഫൈ യൂസ് ചെയ്യാൻ മടിക്കും. ഐ എം വെരി സ്കെയർഡ് ടു യൂസ്, നോ, ഈവൻ ദോ അത്രയും ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ നമ്മൾ പബ്ലിക് വൈഫൈ യൂസ് ചെയ്യില്ല. കാരണം നമ്മൾ ഡേറ്റ ചോർന്നു പോവുകയാണ്. ആ ഒരു അവസരത്തില് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന 18 പേര് ചിന്തിച്ചു നോക്കുക, ദേ യൂസിങ് ദിസ്. സോ ഇറ്റ്സ് നത്തിങ് അബൌട്ട് ടെക്നോളജിയോ ഇലോൺ മസ്ക് ഒന്നുമല്ല. ദാറ്റ്സ് വാട്ട് ഇലോൺ മസ്കിന്റെ റോള് വരുന്നതാണ്. കാരണം ഒരു റോങ് കൾച്ചർ ഉണ്ട് ഈ പറയുന്ന ഈ ഡിപ്ലോമാറ്റ്സിന്റെയും ബ്യൂറോക്രസിന്റെയും ഉള്ളിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതായത് പ്രോസസ് ഫോളോ ചെയ്യില്ല, ജസ്റ്റ് ഇഗ്നോറന്റ്. ഓക്കെ, അവർ വിചാരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ നമ്മളാണ് ശരി. നോ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തെളിയിക്കാനാണ് ഈ മസ്കിന്റെയും കൂട്ടരുടെയും ഡോഡ്ജിന്റെയും ഒക്കെ റോൾ അവിടെ വരുന്നത്. കാരണം ദേ ആർ ട്രൈ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഓക്കെ ഈ പറഞ്ഞ പ്രോസസ് ശരിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ഈ പറയുന്ന രഹസ്യങ്ങൾ സംസാരിക്കുമ്പോൾ വിത്തിൻ 1 മൈൽ അവേ ഇലക്ട്രോണിക് ഡിവൈസ് മാറ്റി വെച്ചേ പറ്റൂ. ദാറ്റ്സ് എ SOP. അതവർ ഫോളോ ചെയ്തില്ല. കാരണം എന്താ അവർ ചെയ്യുന്നത്? ഈ ഹൂതികളെ ടാർഗറ്റ് ചെയ്യാണ്. ഓക്കെ, യു ആർ എലിമിനേറ്റിംഗ് വിത്ത് F-18 or F-16. ഓക്കെ, യു ആർ സപ്പോസ് ഡിസ്കസ് ഇൻ എ ക്ലോസ് റൂം. അത് ചെയ്യാതെ പബ്ലിക്കലി അവർ ഇലക്ട്രോണിക്കലി ഡിസ്കസ് ചെയ്യുന്നു. ഇറസ്പോൺസിബിൾ. ഇത് ടെക്നോളജിയുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. കാരണം ഇനിയെങ്കിലും ഇതിപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. അമേരിക്കൻസിന് മനസ്സിലായി. കാരണം എവരിബഡി പകൽ വെളിച്ചം പോലെ സത്യമാണ്. ദേ മേഡ് എ മിസ്റ്റേക്ക്. ഇതിന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു പക്ഷേ ഈ റിപ്പബ്ലിക്കൻസ് പാർട്ടിയിലെ ഈ പറയുന്ന ഡിപ്ലോമാറ്റുമായി ബ്യൂറോക്രസിയും എല്ലാം ചെയ്ത് തെറ്റെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ഇതിനെ നമ്മൾ അംഗീകരിക്കില്ല. കാരണം ഇതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം കിട്ടും. കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അമേരിക്കൻസിന് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ പറയുന്ന മന്ത്രിസഭയിലും അതോടൊപ്പം തന്നെ ഈ കൂട്ടിലും. പിന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇത് 2 മെമ്പേഴ്സ് ഔട്ട് ഓഫ് US-ലായിരുന്നു. തുളസി ഗാബാർഡ് ഇതുവരെ ലൊക്കേഷൻ പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം ഈ പറയുന്ന സിഗ്നൽ ആപ്പിലേക്ക് പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു SMS മതി. ഒരു ഫിഷിംഗ് SMS അയക്കുക. ഈ പറയുന്ന സിഗ്നൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോണിലേക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാം. അതിൽ ഒരു വ്യക്തി റഷ്യയിലായിരുന്നു പറയുന്നത്. ഈ കോൺവെർസേഷൻ നടക്കുമ്പോൾ റഷ്യ ഇസ് ഇൻ കൺട്രോൾ. റഷ്യ ആരുടെ കൺട്രോളിലാണ്? ഇറ്റ്സ് ഈസി ടു ഹാക്ക് ഇൻ ആൻഡ് യു ആർ തിങ്ക് അബൌട്ട് ഇറ്റ്. നോ, നമ്മൾ പറയില്ല, ബുദ്ധി ഉപയോഗിക്കൂ. കാരണം ആ പൊസിഷനിൽ എത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംടൈംസ് യു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ശ്രീ സജിമോൻ ആന്റണി, ഫെഡറൽ ഉദ്യോഗസ്ഥരിൽ പലരെയും പിരിച്ചുവിടാനുള്ള ഒരു നീക്കം, ചിലരെയെങ്കിലും പിരിച്ചുവിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരുണ്ട്. അവരെ ഹയർ ചെയ്യാൻ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇനിയും ഈസിയാണ്. കാരണം അത്തരത്തിൽ ചില രഹസ്യങ്ങളെങ്കിലും അറിയാവുന്ന ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഹയർ ചെയ്യുക എന്നുള്ളത് ഈ രാജ്യങ്ങൾക്കൊക്കെ ഈസിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ ഈ ഹൂതികളും അവരുടെ അലീസും എങ്ങനെയായിരിക്കും ഈ ഒരു വിവരച്ചോർച്ചയെ കാണുന്നത്? കാരണം ഇനിയും ഈ പറയുന്ന യമൻ ഏരിയയിൽ അവരുടെ സ്ട്രാറ്റജികൾ അവർ വികസിപ്പിക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം അത് ഈ പറയുന്നത് പോലെ വളരെ ഈസി ആയിട്ട് ഇത്തരം വിവരങ്ങൾ ചോർന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇനി എന്തായിരിക്കും? എന്റെ സഹപാനലിസ്റ്റിനോട് ഒരു വിയോജിപ്പ് ഞാൻ ശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് സ്റ്റാൻലിയോട്. നത്തിങ് പേഴ്സണൽ ഇൻ ദാറ്റ്. അതിനകത്ത് ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നവർക്ക് ഇതൊരു ചെറിയ പിഴവല്ല. ലെറ്റ് മീ റീഫ്രേസ് ദാറ്റ്. ഇതൊരു വലിയ പിഴവാണ്, അതിനകത്ത് സംശയമില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഈ ലീക്ക് ചെയ്തതിന്റെ ഉത്തരവാദിത്യം റിപ്പബ്ലിക്കൻ പാർട്ടി അഡ്മിനിസ്ട്രേഷനുള്ള സീനിയർ ഒഫീഷ്യൽസ് ഇൻക്ലൂഡിംഗ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ഒരു മാധ്യമ പ്രവർത്തകനെ എടുത്ത് വെളിയിലിട്ട് അലക്കുന്ന കണ്ടു. അറ്റ്ലാന്റിക്കിന്റെ ജെഫ്രി എന്ന് പറഞ്ഞാൽ ആ ഒരു മാധ്യമ പ്രവർത്തനെ അലക്കുന്ന കണ്ടു. 30 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടാണ് ഇത് ഹൂതികൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് വിറ്റ് കാശാക്കാതിരുന്നത്. അല്ലെങ്കിൽ ഒരു കൾപ്രിറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം അത് ആ 30 മിനിറ്റ് കൊണ്ട് വിറ്റ് മില്യൺസ് കാശ് ഉണ്ടാക്കിയതിനും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തേത്, 2016-20 ട്രംപിന്റെ ടീമും ഇപ്പോഴത്തെ ട്രംപിന്റെ ടീമും തമ്മിൽ ഒരു ക്ലാസിക്കൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന പല സീനിയർ ലീഡേഴ്സും എന്ന് പറയുന്നത് ബേസിക്കലി അവർ BT മെമ്പേഴ്സ് ആണ്. കാരണം കഴിഞ്ഞ തവണ ട്രംപ് വിത്ത് ഗാർഡ് റെയിൽ ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സീനിയർ ജേർണലിസ്റ്റും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു ടേം എന്ന് പറയുന്നത് ട്രംപ് വിത്തൗട്ട് ഗാർഡ് റെയിൽ ആണ്. ഇത് അശ്രദ്ധയാണ്. ഒരു മാധ്യമ പ്രവർത്തകനെ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തത് ചിലപ്പോൾ ഇന്റൻഷൻ ആയിരിക്കാം. റോങ് ഇന്റൻഷനും അദ്ദേഹത്തെ ആഡ് ചെയ്ത ആൾക്ക് ഉണ്ടായേക്കാം എന്നുള്ളൊരു സംശയം കൂടെ ഞാൻ പ്രതിഫലിപ്പിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇതിന്റെ ഒന്നും അർത്ഥം ഞാൻ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷനെ താറടിച്ച് കാണിക്കാൻ നോക്കുകയല്ല. ഇത് ഇൻഡിപെൻഡന്റ്ലി ഇതിനെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ചില ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ നോക്കുകയാണ്. ഇത് ക്ലാസിഫൈഡ് ആണോ എന്നുള്ളത് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സഹപാനലിസ്റ്റ് ചിലർ പറഞ്ഞു ഇത് ക്ലാസിഫൈഡ് അല്ല എന്നുള്ളത്.
അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം 30,000 ഇമെയിലിനകത്ത് 187ഓളം ഇമെയിലുകൾ സെൻസിറ്റീവ് ആയിരുന്നു. അതിന്റെ അർത്ഥം ആ 187 മൊത്തം ക്ലാസിഫൈഡ് ആയിരുന്നു എന്നാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് 22ഓളം ടോപ്പ് സീക്രട്ട് ആയിരുന്നു, ഏകദേശം 65ഓളം ഹൈലി സെൻസിറ്റീവ് ആയിരുന്നു. അതോടൊപ്പം തന്നെ 100-ലധികം ഇത് പറഞ്ഞത് ഹൈലി കോൺഫിഡൻഷ്യൽ അങ്ങനെയായിരുന്നു ഒരു മാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ സ്റ്റഡിയും ഇൻവെസ്റ്റിഗേഷനും വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പം ഈ ഒരു അവസരത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വെദർ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഓർ നോട്ട് ആണ്. ഏതായാലും ഈ ലിങ്ക് 3 മണിക്കൂർ 17 മിനിറ്റിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജുകൾ നമ്മൾ തന്നെ ഒരു സാധാരണ ബുദ്ധിയിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വെളിയിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ വേറൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് ഒരു പ്രൈവറ്റ് എന്റർപ്രൈസസ് അല്ലെ പ്രൈവറ്റ് ഓർഗനൈസേഷൻ അല്ലെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് റൺ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കമ്പനിയുടെ സിഇഒ ആയിട്ട് ഒരു എഫിഷ്യന്റ് ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ കമ്പനിയുടെ കോസ്റ്റ് കട്ട് ചെയ്യാനുള്ള ആദ്യത്തെ പ്രൈമറി മാർഗം എന്ന് പറയുന്നത് എംപ്ലോയീസിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് 10% 5% ഈ ഒരു സബ്ജക്ട് നമ്മൾ ഏത് സമയത്ത് ഒരു കോർപ്പറേറ്റിന്റെ സീനിയർ ലീഡർഷിപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് ആദ്യത്തെ കത്തി വീഴുന്നത് ഈ പറഞ്ഞ എംപ്ലോയീസിന്റെ മേളിലായിരിക്കും. കാരണം അതാണ് ഏതെങ്കിലും ഏത് കമ്പനി ആയാലും ഏറ്റവും കൂടുതൽ കോസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഓരോ എംപ്ലോയി ആണ്, ഓരോ ഹ്യൂമൻ പീപ്പിൾ ആണ്, അതാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒബ്ജക്റ്റീവ് ഈ USAID ആണെങ്കിലും മറ്റ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കട്ട് എല്ലാം കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഒരു ഡിസഗ്രിമെന്റ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എന്റർപ്രൈസസ് അല്ല. അതിനകത്ത് പ്രൈവറ്റ് എന്റർപ്രൈസസിനകത്ത് നമുക്ക് 2-3 ലെറ്ററാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI. നമുക്ക് ഡിസിഷൻസ് എല്ലാം ബേസ്ഡ് ഓൺ ദാറ്റ് ROI ആണ്. ഗവൺമെന്റിനകത്ത് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ആ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ നമുക്ക് ബാക്ക് ഫെയർ ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് കെയർ ഓഫ് എവറിബഡി. അതിനകത്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ കാണും, ഇൻഎഫിഷ്യന്റ് ആയിട്ട് ആൾക്കാർ കാണും, വികലാംഗർ കാണും, സ്ത്രീകൾ കാണും, സ്കൂളിൽ പോകാത്ത ആൾക്കാർ കാണും, പൈസ ഉള്ളവർ മസ്കിനെ പോലുള്ള ആൾക്കാർ കാണും, സാധാരണ പോലെ നമ്മളെ പോലെ ആൾക്കാർ കാണും. എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യാനുള്ള മോറൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി ബൈ കോൺസ്റ്റിറ്റ്യൂഷനലി ഈ ഗവൺമെന്റിനുണ്ട്, ഏത് ഗവൺമെന്റിനുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടു മച്ച് പ്രൈവറ്റ് എന്റർപ്രൈസസ് റൺ ചെയ്യുന്ന പോലെ ആ ഒരു സ്ട്രാറ്റജിയിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് മേ ബാക്ക് ഫെയർ എന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് സിഗ്നൽ നമ്മളിൽ പലരും പോലും ആദ്യം ഉപയോഗിച്ച് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഉപേക്ഷിച്ച ഒരു ആപ്ലിക്കേഷനാണ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഈ ഇത്തരം ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ലിങ്ക് അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ആ ലിങ്ക് അയക്കുന്നത്. ഈ ഗ്രൂപ്പിൽ വരണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളിനെ, അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത പേര് ജെഫ്രി ഗോൾഡ്ബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ പേരോ സ്റ്റാർട്ട് ചെയ്യുന്ന JD വാൻസ് അല്ലാതെ മറ്റൊരാളില്ല അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്യുകയും അതിലേക്ക് ലിങ്ക് പോവുകയും ആ ലിങ്ക് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് കൺഫേം ചെയ്യുകയൊക്കെ ചെയ്ത ആ ഗ്രൂപ്പിൽ ആ ആളിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മാത്രം ബുദ്ധിശൂന്യരാണോ? നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ മിനിമം, അത് പ്രത്യേകിച്ച് ഇത്രയും ഗൗരവമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലെ മെമ്പേഴ്സിനെ മിനിമം ഒന്ന് വെരിഫൈ ചെയ്യില്ലേ? ഈ സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് കാലഹരണപ്പെട്ടു പോകേണ്ടതാണ്. അപ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള സംവിധാനം സർക്കാർ ഉപയോഗിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രത്യേകിച്ച് അതീവ ജാഗ്രത പുലർത്തേണ്ട കോൺവെർസേഷനാണ്. വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അമേരിക്ക സൈന്യത്തിന്റെ അപായപ്പെടുത്താൻ വരെ കഴിയുന്ന വിവരങ്ങൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എതിരാളികൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. എല്ലാ സർക്കാരിനും പാഠമാണ് ഇത്തരം സംഭവങ്ങൾ. അപ്പോൾ അത് അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ അവസാനം കണ്ടെത്തും. ഇതെന്താണ് സംഭവിച്ചത്, എവിടെയാണ് പിഴവ് സംഭവിച്ചത്, ആർക്കാണ് പിഴവ് സംഭവിച്ചത്, ഇത് ഉദ്ദേശത്ത് അല്ല ഇതിങ്ങനെ മനഃപൂർവ്വമാണോ അല്ലയോ എന്നൊക്കെ ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയും. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനെ കുറിച്ച് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു. അല്ല, ഞാൻ എണ്ണം കുറയ്ക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ എണ്ണം കുറയ്ക്കുന്ന കൂട്ടത്തിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. അവരെ വലവീശി പിടിക്കാനായി റഷ്യയും ചൈനയും ശ്രമിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ആ രീതിയിലും ചിലപ്പോൾ ഭാവിയിൽ ഒരു വിവരച്ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുകയായിരുന്നു. അല്ല, ആശങ്ക തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ആ കാര്യം നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ അതീവ സുരക്ഷ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ പുറത്തു പോയിട്ടുണ്ടോ, അവര് നിലവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി, ഇതൊക്കെ വളരെ എന്താ പറയുക, ഇതൊക്കെ പ്രചരണം മാത്രമാണ്. ഇത് കൃത്യമായിട്ടുള്ള
അന്വേഷണങ്ങളിൽ കൂടെ മാത്രമേ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പല മാധ്യമങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ പിന്നീട് സത്യമല്ലെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള പ്രചരണത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ കൃഷ്ണ പറഞ്ഞ പോലെ അങ്ങനെയുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കേണ്ട അതൊക്കെ ഗവൺമെന്റിന്റെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പം US-ലെ എല്ലാ കാര്യങ്ങളും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വളരെ സുതാര്യമായി ഒരു ഗവൺമെന്റ് ട്രാൻസ്പെറൻസി എന്ന രീതിയിൽ പല കാര്യങ്ങളും, അതായത് വൊളോദിമീർ സെലൻസ്കിയെ കൊണ്ടിരുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് ആ ചർച്ച നടത്തുന്നത്. അപ്പോൾ അത്രയും എക്സ്ട്രീം ട്രാൻസ്പെറൻസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് ട്രാൻസ്പെറൻസി വേഴ്സസ് നാഷണൽ സെക്യൂരിറ്റി എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നില്ലേ? ഈ പറയുന്ന ഈ ഒരു മിഷൻ വാസ് സക്സസ്ഫുൾ എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മിഷൻ എന്തായിരുന്നു നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഹൂതികളുടെ എവിടെ ആക്രമിച്ചു, എവിടെയായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. വിവരം ചോർന്നു എന്ന് ഇനി അറിയാൻ പോകുന്ന നമ്മൾ ഇതിലേക്ക് വരാൻ പോകുന്നത്. ഇനി ഈ പറഞ്ഞ ട്രംപിന്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഈ ട്രാൻസ്പെറൻസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു നീക്കമായിട്ട് ഇതിനെ കാണുന്നത്. കാരണം എന്തുകൊണ്ട് ഈ ഒരു വ്യക്തി ആഡ് ചെയ്തിരിക്കുന്നു? ഇവിടെ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ഈ വ്യക്തി ആഡ് ചെയ്യപ്പെട്ടു? മൈക്ക് വാൽസ് ഒന്നുമല്ല ആഡ് ചെയ്യാൻ പോകുന്നത്. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് NS അഡ്വൈസറാണ്. ഹി ഹാസ് നോ ടൈം. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു പക്ഷേ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇന്റേൺ നടത്തുന്ന ആരോ ആയിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന ഈ മെമ്പേഴ്സിന് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു പക്ഷേ ഇതൊരു ഗൂഢാലോചന ആയിരിക്കാം. കാരണം ഇറ്റ്സ് അമേരിക്കയിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും പല ദിവസങ്ങളിൽ എന്നും വിവരങ്ങൾ വരികയാണ് താരിഫുമായി ബന്ധപ്പെട്ടും സ്റ്റാൻലി സാർ പറഞ്ഞ ഈ പറയുന്ന പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. സോ ദർ ഈസ് എ കോൺസ്പിറസി ഗോയിങ് അഗെയിൻസ്റ്റ് ദിസ് ഗവൺമെന്റ്. ഓക്കെ, അത് ഈ പറയുന്ന ഈ ബ്യൂറോക്രസിക്കും ഡിപ്ലോമാറ്റ്സും മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ദേ ഹാവ് ടു ബി വെരി സ്ട്രിക്റ്റ്, വെരി ഫേം ഓൺ സർട്ടൻ തിങ്സ്. ഓക്കെ, അവർക്ക് ഈ പറയും എല്ലാ കാര്യവും അങ്ങാടിപ്പാട്ടെന്ന് പറയാൻ സാധിക്കില്ല. പോയിട്ട് ദേ ഹാവ് ടു കീപ് സം കൈൻഡ് ഓഫ് സീക്രസി. ഈ പറയുന്ന സെലൻസ്കിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ദേ ഹാവ് ടു കീപ് സം ഹൈഡ് ഔട്ട്. അത് ചെയ്തേ പറ്റൂ. കാരണം എല്ലാ ലോകത്തിനും മുമ്പ് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ഇനി നാളെ ചിന്തിച്ചു നോക്കുക, ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഈ 5 ഐസ് എന്ന് പറയുന്ന അമേരിക്കയുടെ അലൈസ് ആയിട്ടുള്ള ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇവരൊന്നും ഷെയർ ചെയ്യില്ല ഇന്ത്യയില്. കാരണം അവർ ഇന്ത്യയിൽ ഷെയർ ചെയ്യാൻ എന്തായിരിക്കും അവസ്ഥ? ഈ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന ഇവർ നാളെ ഷെയർ ചെയ്യല്ലേ ഡീറ്റെയിൽസ് എല്ലാം? ഒരു കാരണവശാലും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഗ് ലേണിംഗ് ലെസൺ ഫോർ അമേരിക്ക. വരും ദിവസം നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കാം ഇതിന്റെ ഒരു ഔട്ട്കം, ഈ ക്ലാസിഫൈഡ് ആണോ നോൺ ക്ലാസിഫൈഡ് ആണോ എന്ന്. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് അമേരിക്കൻസിന് ഉള്ളിൽ തന്നെ ഇത് ഡെന്റ് ഉണ്ടായിരിക്കുകയാണ് ഈ ട്രംപിന്റെ മന്ത്രിസഭയിൽ. കാരണം വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ മെമ്പേഴ്സിനൊക്കെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പീറ്റനായാലും പോലും തുളസി ഗാബാർഡായാലും, തുളസി ഗാബാർഡ് CA ഡബിൾ ഏജന്റിനൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഒരു അലിഗേഷൻസ് ഉണ്ട്. ഇതും കൂടി ആയപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മങ്ങലേൽപ്പിച്ചിരിക്കാനും ട്രംപിന്റെ ഫസ്റ്റ് ഒരു പക്ഷെ ആദ്യത്തെ മങ്ങലേൽപ്പിച്ചിരിക്കാൻ അവരുടെ ഈ പ്രതിച്ഛായനെ ഇത് വരും ദിവസങ്ങളിൽ അവർ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ കുറെ കൂടി സ്ട്രിക്റ്റ് ആവുന്നതായിരിക്കും പ്രതീക്ഷിക്കാൻ നമുക്ക് അവരുടെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ. ശരി, എന്തായാലും നമുക്ക് ഇനിയും കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഈ പറയുന്ന എന്താ പറയുന്നത്, മനഃപൂർവ്വം സംഭവിച്ചതാണോ, ഈ ഡോക്യുമെന്റ്സ് ക്ലാസിഫൈഡ് ആണോ അല്ലയോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പം വരുന്ന ആഴ്ചകളിൽ എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു ചർച്ചയ്ക്കുണ്ട ഒരു സ്കോപ്പ് ഉണ്ടായേക്കാം. പക്ഷേ അമേരിക്കയ്ക്ക് കിട്ടിയ ഈ പാഠം അത് ലോകത്തിനും ഒരു പാഠമായിരിക്കട്ടെ. ഈ പറയുന്ന ഇത്രയും അതീവ രഹസ്യങ്ങൾ അത് ഇനിയും അമേരിക്കയുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നശിപ്പിക്കാതിരിക്കട്ടെ എന്ന ആ ഒരു ചിന്തയോടുകൂടി വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സജിമോൻ ആനന്ദ്, ശ്രീ സ്റ്റാൻലി ജോർജ് ആൻഡ് ശ്രീ മിഥുൻ തോമസ്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.